CC വിഷൻ പ്രേക്ഷകർക്ക് ഈ ടോക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് അഡ്വക്കേറ്റ് ജയശങ്കറാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ എന്തെങ്കിലും നിങ്ങളോട് പറയുന്നത് അധികമായി പോകും എന്നെനിക്കറിയാം. രാഷ്ട്രീയ നിരീക്ഷകൻ എന്നൊക്കെയാണ് ചാനലുകാർ അദ്ദേഹത്തെ സംബോധന ചെയ്യുന്നതെങ്കിലും രാഷ്ട്രീയ നിരീക്ഷകൻ മാത്രമല്ല, എല്ലാ സാമൂഹ്യ പ്രശ്നങ്ങളെയും നന്നായി വിശകലനം ചെയ്യും, പഠിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്ന മാന്യദേഹമാണ് ജയശങ്കർ സാറ്. സാറേ, ഇന്ന് ഞങ്ങളുടെ പ്രേക്ഷകരോട് സംസാരിക്കാൻ അതിൽ സന്തോഷം. സ്വാഗതം ചെയ്യുന്നു സാറിനെ. വളരെ സന്തോഷം. നമുക്ക് സാർ എപ്പോഴും ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ കുറിച്ച് കാര്യമായ പഠനം നടത്തുന്ന ഒരാളാണ്. എല്ലാ വിഭാഗങ്ങളെയും ഉപവിഭാഗങ്ങളെയും കുറിച്ച് കാര്യമായൊരു അവബോധം സാറിനുണ്ട്. അത് നിഷേധിച്ചിട്ട് കാര്യമില്ല. നമ്മളിന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന, അല്ലെ സാറിന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറയുന്നത് പ്രൊട്ടസ്റ്റന്റുകാരുടെ ബ്രിട്ടീഷ് ഭരണകാലത്തെ ഇന്ത്യയിലേക്കുള്ള വരവും അതുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ നവോത്ഥാന പ്രവർത്തനങ്ങളുടെ അവർ ചെയ്ത സേവനങ്ങളെ കുറിച്ചാണ്. അതേക്കുറിച്ച് സാറിന് ആംഗ്ലിക്കൻ അവരെയാണ് ഉദ്ദേശിക്കുന്നത്, ആംഗ്ലിക്കൻ പാതിരിമാരെ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്. അവരിവിടെ ചെയ്ത സാമൂഹ്യ മേഖലയിൽ അവരുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു? അല്ല, ഇത് കേരള ചരിത്രത്തിൽ, കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ അധികമായിട്ട് ശ്രദ്ധിക്കാത്ത ഒരു വശമാണ്. റസൽ ജി എന്നോട് ചോദിച്ചു. ഞാൻ ഇതിനെക്കുറിച്ച് നേരത്തെ ഗാഢമായിട്ട് ആലോചിക്കും. ഞാനൊരു ചരിത്ര പണ്ഡിതനല്ലെങ്കിലും ചരിത്രം സാമാന്യമായിട്ട് ചരിത്രമാണ് പഠിച്ചത്. ഐച്ഛിക വിഷയം ചരിത്രമായിരുന്നു. എങ്കിലും ഒരു എസ്റ്റാബ്ലിഷ്ഡ് ചരിത്രകാരനല്ലാത്തതുകൊണ്ട് എനിക്ക് എന്റേതായ ചില ആശങ്കകൾ ഉണ്ടായിരുന്നു. ഞാൻ പിന്നീട് നമ്മുടെ പ്രഗത്ഭ ചരിത്രകാരനായ ഡോക്ടർ KN പണിക്കരുമായിട്ട് സംസാരിക്കും. അപ്പോൾ പണിക്കർ സാറ് എൻ്റെ ഈ ഒരു ലൈൻ ഓഫ് ആർഗ്യുമെന്റിനെ പിന്തുണച്ച് സംസാരിക്കും. ആ ഒരു ആത്മവിശ്വാസത്തിൽ നിന്നാണ് എനിക്ക് എന്നോട് ധൈര്യം വന്നു. പണിക്കർ സാറ് പ്രോത്സാഹിപ്പിക്കുന്നതാണ്. മാത്രമല്ല അതിൽ ജെനുവിനായിട്ട് ഒരു കണ്ടന്റ് ഉണ്ടെങ്കിൽ പുള്ളി അത് അപ്രീഷിയേറ്റ് ചെയ്യും. അപ്പോൾ പണിക്കർ സാറുമായിട്ട് സംസാരിച്ചതിൻ്റെ കൂടി പഠിച്ചതിൽ പിന്നീട് കുറെ കാലത്തിന് ശേഷം ചെങ്ങന്നൂര് ഒരു പ്രബുദ്ധമായ സദസ്, ഒരു 10-35 പേരുണ്ടായിരുന്നു. അവിടെ ഞാൻ നടത്തിയ ഒരു പ്രഭാഷണം ഇരുന്നു കൊണ്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ അവിടെ കുറെ ആളുകൾ വിദ്യാഭ്യാസമൊക്കെ ഉള്ള കുറച്ച് പേരെ കേൾക്കാനുണ്ട്. അതിൽ നമ്മുടെ അന്ന് MLA ആയിരുന്ന നമ്മുടെ രാമേന്ദ്രൻ നായരും ഒക്കെ ഉണ്ട്. ഇവരെല്ലാവരും വളരെ ക്രിട്ടിക്കലായിട്ട് ഇടപെട്ടു. അപ്പോൾ ഞാൻ അവിടെ അവതരിപ്പിച്ചതും പിന്നീട് പല വേദികളിലും ആവർത്തിക്കാൻ ശ്രമിച്ചതുമായ ഒരു കാര്യം, ഈ കേരളത്തിന്റെ നവോത്ഥാനം എന്ന് പറഞ്ഞ സംഗതിന്റെ തെറ്റാണ്. നവോത്ഥാനം എല്ലാ കേരളത്തിലുണ്ട്. കേരളത്തിലുണ്ടായത് പ്രബുദ്ധതയാണ്, എൻലൈറ്റൻമെന്റ്. ഇവിടെ പണ്ടുണ്ടായിരുന്ന ഒരു സാധനത്തെ അവതരിപ്പിക്കുന്നതിനാണ് നവോത്ഥാനം എന്നുള്ളത്. ഇറ്റലിയിലും മറ്റുമൊക്കെ റിനൈസൻസ്, നേരെ കുറിച്ച് ഫ്രാൻസിലും മറ്റുമൊക്കെ പിന്നീടുണ്ടായത് പ്രബുദ്ധതയാണ്, എൻലൈറ്റൻമെന്റ്. പുതിയ ഒരു ചിന്താധാര ഇവിടെ വരും. അപ്പൊ അത് തുടങ്ങിയത് പലരും വിചാരിക്കുന്ന പോലെ അയ്യാ വൈകുണ്ഠസ്വാമിയിൽ നിന്നോ അല്ലെങ്കിൽ നാരായണ ഗുരുസ്വാമിയിൽ നിന്നോ ചട്ടമ്പി സ്വാമിയിൽ നിന്നോ അല്ല. അതിന്റെ തുടക്കം എന്ന് പറയുന്നത് ഈ പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാരുന്നാണ്. ഈ നവോത്ഥാനം അല്ലെങ്കിൽ പ്രബുദ്ധത ആരംഭിച്ചത് നാഗർകോവിലാണ്, തെക്കൻ തിരുവിതാംകൂർ. എന്താണ് തെക്കൻ തിരുവിതാംകൂറിന്റെ പ്രാധാന്യം എന്ന് ചോദിച്ചാൽ അത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് വിശദീകരിക്കും. അവിടെ ഈ പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാര് വന്ന് മത പരിവർത്തനം അല്ലെങ്കിൽ പ്രേക്ഷിത പ്രവർത്തനം, മിഷണറി വർക്ക് ആരംഭിക്കും. അപ്പോൾ അത് നാടാർ സമുദായക്കാരുടെ ഇടയിലായിരുന്നു. നാടാർ സമുദായത്തിന് മറ്റു സമുദായങ്ങളെ അപേക്ഷിച്ച് ഒരു മേന്മ അല്ലെങ്കിൽ ഒരു പ്രത്യേകത, ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. ഇത് പുരോഗമനോന്മുഖമായ ഒരു സമുദായമായിരുന്നു, ഇടത്തരക്കാരൻ. എന്നാൽ സാമൂഹ്യമായിട്ട് അവർക്ക് ആ രീതിയിലുള്ള ഒരു അംഗീകാരം, അതായത് ജാതി ശ്രേണിയിൽ ഒരു അംഗീകാരം കിട്ടിയിരുന്നില്ല. അങ്ങനെ ഒരു അംഗീകാരം കിട്ടാൻ കൊതിക്കുന്ന, വെമ്പി നിൽക്കുന്ന ഒരു സമുദായമാണ്. അവരിലേക്കാണ് ഈ ആശയം എത്തുന്നത്. അവിടെ വെറും ക്രിസ്തു മതവിശ്വാസം മാത്രമല്ല പ്രചരിപ്പിക്കുന്നത്. ഈ ബ്രിട്ടീഷുകാരായിട്ടുള്ള അല്ലെങ്കിൽ ജർമ്മൻകാരായിട്ടുള്ള ഈ മിഷണറിമാർ വന്നിട്ട് ഈ ആളുകൾക്ക് പകർന്നു കൊടുക്കുന്ന വിജ്ഞാനം എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ പരിവർത്തനത്തിന്റെയും രാഷ്ട്രീയ മാറ്റത്തിന്റെ കൂടിയാണ്, സാമൂഹ്യ ബോധത്തിന്റെയും കൂടെ. അതെ. അതെങ്ങനെ വെച്ചാൽ ഓരോ മനുഷ്യൻ ജനിക്കുന്നത് കൈമാറ്റം ചെയ്യപ്പെടാനാകാത്ത ചില അവകാശങ്ങളോടുകൂടി. അതാണ് ഇവർ കൊടുക്കുന്ന സന്ദേശം. ക്രിസ്തുമതം അതിനു മുമ്പ് കേരളത്തിൽ പ്രവേശിച്ചു. ഉദാഹരണത്തിന് തോമസ് ലീഹ വന്നോ ഇല്ല എന്നുള്ളത് തർക്ക വിഷയമാണെങ്കിൽ ഇവിടെ പോർട്ടുഗീസുകാരുടെ വരവിന് മുമ്പ് വളരെ റിഫൈൻഡ് ആയിട്ടുള്ള ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു. നസ്രാണികൾ എന്ന് പറയുന്ന വിഭാഗക്കാര്, ഈ സിറിയൻ ഓർത്തഡോക്സുകാർ, സിറിയൻ ഓർത്തഡോക്സുകാരായ ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. അന്ത്യോക്യമായിട്ട് ഒരു ബന്ധമുണ്ടായിരുന്നു. പിന്നെ കത്തോലിക്ക വിശ്വാസം ഉണ്ടായിരുന്നു, ഒന്നും ഇല്ലെന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിലും ഇവിടെ മലങ്കര ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന വിഭാഗം ഉണ്ടായിരുന്നു.
പോർച്ചുഗീസുകാർ വന്ന് അതിനെ ലാറ്റിൻ റൈറ്റിലേക്ക് മാറ്റാൻ ശ്രമിച്ചു. അതിന് ഇവിടെയുള്ള ആളുകളുടെ റെസിസ്റ്റ് ചെയ്തു. അതൊക്കെ നമുക്ക് അറിയാവുന്ന ഏതാണ്ട് അതേ സമയത്ത് തന്നെ ഈ ലത്തീൻ സഭയിലേക്ക് ഒരുപാട് ആളുകളെ പുതിയതായിട്ട് റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. ഫ്രാൻസിസ് സേവ്യർ ഏതാണ്ട് കോട്ടപ്പുറം മുതൽക്ക് അങ്ങോട്ട് കന്യാകുമാരി വരെയുള്ള പ്രദേശത്തൊക്കെ, പ്രത്യേകിച്ച് ഈ തീരപ്രദേശത്ത് മുക്കുവ സമുദായത്തിൽപ്പെട്ട ആളുകളെ ഒരുപാട് പേരെ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും ഒരു സാമൂഹ്യ മാറ്റം ഉണ്ടായില്ല, രാഷ്ട്രീയ മാറ്റവും ഉണ്ടായില്ല, മതപരമായ മാറ്റം മാത്രമേ. അതൊരു മനപരിവർത്തനത്തിലൂടെ വന്നതുമല്ല. അല്ല 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 അത് പോർച്ചുഗീസുകാരുടെ ഒരു മസിൽ പവർ കൊണ്ടും അവരുടെ ഫിസിക്കൽ ഫോഴ്സ് കൊണ്ടും ഉണ്ടായിരുന്നു. ഇപ്പൊ കേരളത്തിൽ തന്നെ ഈ ആദിമ ക്രിസ്ത്യാനികളെ ഉദയംപേരൂർ സുന്നതദോസിന്റെ കീഴിൽ കൊണ്ടുവന്ന് ഇവര് അതിൽ ബലം പ്രയോഗിച്ചാണ്. മറിച്ച് ഈ പ്രൊട്ടസ്റ്റന്റ് പച്ചയായി പറഞ്ഞ കുറെ ഹിന്ദുക്കളെയൊക്കെ കൊന്നു കൊല്ലുകയും ചെയ്തു, ഒരുപാട് പേര് ഹിന്ദുക്കളെ ക്രിസ്ത്യാനി മുസ്ലിങ്ങളെയൊക്കെ ബൈബിളാണ് തന്നെ പറയുന്നത്. അല്ല ഇവിടെ പറഞ്ഞ പോർച്ചുഗീസുകാരും സ്പെയിൻകാരും ചെയ്തതും തമ്മിൽ ഒരു ബന്ധമില്ല. ഒരു കയ്യിൽ വാളും ഒരു മറ കയ്യിൽ ബൈബിളുമായിട്ട് നിൽക്കുന്ന രൂപത്തിലാണ് പണ്ട് മാർപ്പാപ്പമാരുടെ പ്രതിമയുടെ മാർപ്പാപ്പയുടെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് പറഞ്ഞിട്ട് അല്ല, അന്നത്തെ മധ്യകാലഘട്ടത്തിലൊക്കെ ഇരുളഞ്ഞ യുഗം എന്ന് പറഞ്ഞ വെറുതെ. അപ്പൊ ആക്ച്വലി ഈ മറ്റേ പ്രൊട്ടസ്റ്റന്റ് മിഷണർമാർ വരുമ്പോൾ, ഇംഗ്ലീഷുകാരായ മിഷണർമാർ, ജർമ്മൻ മിഷണർമാർ വരുമ്പോൾ അവര് വെറും ബൈബിളിന്റെ ഒരു പാഠമല്ല കൊടുക്കുന്നത്. നേരെ മറിച്ച് അക്കാലത്ത് ഇംഗ്ലണ്ടിൽ പ്രബലമായിക്കൊണ്ടിരുന്ന ലിബറലിസത്തിന്റെ തത്വം, ബ്രിട്ടീഷ് ലിബറലിസം എന്ന് പറഞ്ഞ ഒരു സാധനം, അത് ബെഞ്ചമിൻ ഡിസ്റേ, ഇയാൾക്ക് നമ്മുടെ സർ റോബർട്ട് പീൽ, അല്ലെങ്കിൽ അതിനുശേഷം ജോൺ റസൽ, പിന്നീട് ഗ്ലാഡ്സ്റ്റൺ, വില്യം എവർട്ട് ഗ്ലാഡ്സ്റ്റൺ, ഇങ്ങനെയൊക്കെയുള്ള ബ്രിട്ടീഷുകാരായ അന്നത്തെ പരിഷ്കർത്താക്കളുടെ ആശയം അത് ഈ വരുന്ന പാതിരിമാരും ഉൾക്കൊണ്ടു. അവരിൽ കൂടി ഇത് ഇവിടെ സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തി. അപ്പൊ എല്ലാ മനുഷ്യരും സ്വതന്ത്രരായിട്ടാണ് ജനിക്കുന്നത്. അവർ കൈമാറ്റം ചെയ്യപ്പെടാൻ പറ്റാത്ത ചില അവകാശങ്ങളോട്ടാണ് ജനിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാന തത്വം എന്ന് പറഞ്ഞാൽ ജോൺ ലോക്ക് എന്ന് പറഞ്ഞ പഴയ രാഷ്ട്ര മീമാംസകരാണ് ഈ പ്രിൻസിപ്പിൾ കൊണ്ടുവരുന്നത്. അതാണ് പിന്നീട് തോമസ് ജെഫേഴ്സൺ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൽ, പിന്നീട് ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലൊക്കെ ഈ ആവർത്തിക്കുന്ന തത്വം ഇത് തന്നെയാണ്. ഈ തത്വം ഇവിടെ പ്രയോഗിക്കുന്നത് ഈ പറഞ്ഞ പാഠം മാത്രമല്ല, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം. ഇംഗ്ലീഷാണ് പുരോഗതി, ഇംഗ്ലീഷാണ് മാറ്റം. മനസ്സിലായി? ഇംഗ്ലീഷ് പള്ളിക്കൂടങ്ങൾ ആരംഭിക്കും. നാഗർകോവിലിൽ റവറന്റ് റിങ്കിൾ ടാബെ എന്ന് പറഞ്ഞ ഒരു പാതിരിയാണ് ആദ്യത്തെ ഇംഗ്ലീഷ് പള്ളിക്കൂടം. ഏതാണ്ട് ഇതേ സമയത്ത് തിരുവനന്തപുരത്ത് സ്വാതിരുന്നാൾ മഹാരാജാവ്, അദ്ദേഹം ഇതുപോലെ തന്നെ പുരോഗമന ആശയക്കാരനാണ്. അദ്ദേഹമാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം എന്താണ് സർക്കാർ ലെവലിൽ ആരംഭിക്കുന്നത്. ഏതാണ്ട് ഒരു സമയത്ത് അങ്ങനെയാണ് ഒരേ സമയത്ത് തിരുവനന്തപുരത്ത് നാഗർകോവിലും ഇതിന്റെ തത്വങ്ങൾ എത്തുന്നത്. തിരുവനന്തപുരത്ത് ഇതിന്റെ ഗുണം കിട്ടുന്ന രാജകുടുംബങ്ങൾക്കും അതുപോലെ അതുമായിട്ട് ചുറ്റിപ്പറ്റുന്ന ചില നായർ പ്രമുഖന്മാരുടെ കുടുംബങ്ങൾക്കുമാണ്. നാഗർകോവിലിൽ കിട്ടുന്ന സാധാരണക്കാർക്ക്. അങ്ങനെ ഈ നാടാർ സമുദായത്തിൽപ്പെട്ട കുറെ അധികം ആളുകൾ ഇംഗ്ലീഷ് പഠിക്കും. ആ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ അംശങ്ങൾ, അതിന്റെ പുരോഗമനപരമായ ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചു. അതാണ് ഈ നാഗർകോവിലില് പ്രബുദ്ധത ആരംഭിച്ചത്. അപ്പൊ എന്തുകൊണ്ട് ഇതേ സമയത്ത് തന്നെ അവിടെ മാർത്താണ്ഡം പള്ളിയും കോളേജൊക്കെ വളരെ ഫേമസ് ആണ്. അപ്പൊ ഇങ്ങനെ അവിടെ നിന്നാണ് ഇതിന്റെ ആരംഭം ഉണ്ടാവുന്നത്. അപ്പൊ നമ്മൾ ഈ പറയുന്ന അയ്യാ വൈകുണ്ഠ സ്വാമികൾ അല്ലെങ്കിൽ നാരായണഗുരു സ്വാമിയൊക്കെ എന്താ ചെയ്ത് എന്ന് ചോദിക്കും. അവർ ചെയ്ത് യഥാർത്ഥത്തിൽ കൗണ്ടർ റിഫർമേഷൻ. ഇവർ ചെയ്ത് ഇവരുടെ ആ പുരോഗമനപരമായ ഉള്ളടക്കത്തെ സ്വാംശീകരിക്കുകയും ഹിന്ദു മതത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ ഇതിനെ പരിവർത്തനം ചെയ്യാൻ. അതൊരു ചോദ്യം എന്റെ മനസ്സിലുണ്ടായിരുന്നു. കാരണം ഈ ആംഗ്ലിക്കൻ ബിഷപ്പുമാർ ഇവിടെ വരുന്നു, അവര് ഈ സാമൂഹ്യമായ ഒരു മെച്ചമായ ജീവിത ശൈലി ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുകയാണല്ലോ. ജാതി വ്യവസ്ഥ ഇല്ലാതെയും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നൽകിയും ഹോസ്പിറ്റലുകൾ കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഈ കുടില് കെട്ടി താമസിക്കുന്നവർക്ക് ഓടാനുള്ള അവകാശങ്ങൾ പിന്നെ വരുന്നുണ്ട്. അങ്ങനെ മനുഷ്യനെ ഈ മറ്റു മനുഷ്യരെ പോലെ തന്നെ ഇവർക്ക് ജീവിക്കാനുള്ള അവകാശം ഉണ്ടാക്കി കൊടുക്കുകയാണ് അവർ ചെയ്തത്, അല്ലേ? പക്ഷെ അവര് ചെയ്തതിന്റെ ഒരു ആവേശമല്ലേ ഈ വൈകുണ്ഠസ്വാമിക്ക് നാരായണസ്വാമിക്കെല്ലാം കിട്ടിയത്? അവര് പ്രചരിപ്പിച്ച ആശയം തന്നെയാണ് അതേ ആശയം, അതായത് സമത്വം എന്ന ആശയം. പക്ഷെ ജാതി വ്യവസ്ഥക്കെതിരായിട്ടുള്ള കലാപം അല്ല. ഒരു ദിവസം ഇവർക്ക് പെട്ടെന്ന് അങ്ങ് നവോത്ഥാനം തുടങ്ങിയാക്കാന്ന് വിചാരിച്ചല്ല. അങ്ങനെ ഉണ്ടാവുകയില്ല. അല്ല, അങ്ങനെ ചിന്തിക്കുന്നവർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, അങ്ങനെ ചിന്തിക്കുന്നവരാണ് കൂടുതലും. ആളുകൾ വിചാരിക്കുന്നത് ഇപ്പൊ ഈ ബുദ്ധ ഭഗവാൻ ആൽമരത്തിന്റെ ഉള്ളിലേക്കുമ്പോ അദ്ദേഹത്തിന് ബോധോദയുണ്ടായി എന്ന് പറഞ്ഞ പോലെ ഈ ബുദ്ധന്റെ ബോധോദയം ഉണ്ടായത് പോലെ ഇതുപോലത്തെ ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിൽ അത് ഒരു വേറെ തരത്തിലുള്ള വിപ്ലവമായിരുന്നു. അന്നത്തെ ബ്രാഹ്മണ അധികാരത്തിനെതിരായിട്ടുള്ള ഒരു കലാപമാണ് ബുദ്ധമതം.
പക്ഷെ അതും ബോധിവൃക്ഷത്തിന്റെ ചുവട്ടിൽ ഇരുന്നുകൊണ്ടല്ലോ സംഭവിച്ചത്. ആ സാമൂഹിക വ്യവസ്ഥയോടുള്ള എതിർപ്പോട്ടും പ്രതിഷേധം അതെ, തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഇപ്പൊ ഈ വൈകുണ്ഠസ്വാമികൾ തന്നെ വരുന്നത് നാടക സമുദായത്തിൽ നിന്നാണ്. അതെ. വൈകുണ്ഠസ്വാമി പറഞ്ഞ എന്താണ്, മതം മാറാതെ നമുക്ക് ഹിന്ദു മതത്തിൽ നിന്നുകൊണ്ട് തന്നെ ജാതി വ്യവസ്ഥയെ എതിർക്കാം. മതം മാറേണ്ട ആവശ്യമില്ല, ഹിന്ദു നാടായിട്ട് എതിർക്കാം. പക്ഷെ അത് വിജയിച്ചില്ല. അത് പരിധി വരെ വിജയിച്ചു. അദ്ദേഹം ഡെമി ഗോഡായിട്ട് ഹിന്ദു സമുദായത്തിൽ എനിക്ക് തോന്നുന്നു ഒരു 80% ആളുകൾ ക്രിസ്ത്യൻസ് ആയി. അത് നാടക സമുദായം. പിന്നെ അത് പിന്നീട് വന്ന ഈ ആംഗ്ലിക്കൻ ബിഷപ്പുമാരുടെ പ്രവർത്തനം തന്നെയാണ് അത് കാരണമായിട്ടുള്ളത്. കാരണം അവരെ മാറോട് ചേർക്കാനും അവരെ ആശ്ലേഷിക്കാനും മാതൃത കാണിക്കാനും ഒക്കെ തോന്നുന്ന ഒരു മനസ്സെന്ന് പറയുന്നത് ജനം അങ്ങോട്ട് അടുക്കുമല്ലോ. അപ്പൊ ഇത് തന്നെ ആണ് ഈ കൊല്ലം ജില്ലകളിലൊക്കെ CMSകാർക്ക്, അത് ഈഴവ സമുദായക്കാര് വ്യാപകമായിട്ട് മതം മാറി തുടങ്ങിയപ്പോൾ ഒരുപാട് പേര് പോയി എന്ന് മാത്രമല്ല, ഈ കൊല്ലം ജില്ലയിലും മറ്റുമൊക്കെ CV കുഞ്ഞിരാമന്റെ ആത്മകഥ വായിച്ചാൽ മനസ്സിലാവും. അദ്ദേഹം CMSകാരുടെ ഒരു സ്കൂളിലാണ് ഈ പ്രാഥമിക വിദ്യാഭ്യാസം. അപ്പൊ ആ സ്കൂളും മറ്റു ആൾക്കാരും തമ്മിൽ, സാധാരണ ഈഴവരും മതം മാറി ഈഴവരും തമ്മിൽ വ്യത്യാസം എന്താണെന്നൊക്കെ അദ്ദേഹം വിശദീകരിച്ച് പറയുന്നത്. ഈ CMSന് തന്നെ തിരുവിതാംകൂർ ഭാഗത്ത് ഒരു വട്ടപ്പേരുണ്ടായിരുന്നു. നമ്മുടെ ആൾക്കാരെ വട്ടപ്പേരുണ്ടാക്കുന്നവരാണ്. അത് ചോവൻ മുങ്ങിയ സഭ എന്നാണ്. ഈഴവരാണ്. അപ്പൊ ഈ CMSന്റെ ഫുൾ ഫോം അങ്ങനെ വരുന്നുണ്ട്. അത് അവിടെ ഇപ്പോഴും ആയതുകൊണ്ട് മനസ്സിലായില്ലേ. ഈ ആറന്മുള ചെങ്ങന്നൂർ ഭാഗത്തൊക്കെ CMSകാരെന്ന് വെച്ചാൽ പണ്ട് ഈഴവരായിരുന്ന ആളുകൾ മതം മാറിയവരാണ്. അപ്പൊ ചോവൻ മുങ്ങിയ സഭ എന്നൊരു ഫുൾ ഫോമും കൂടി ആൾക്കാരുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ പറയുമ്പോഴും നമുക്ക് ജനസമൂഹങ്ങളെ ഉള്ളല്ലോ ഇവിടെ. അതെ, ഞാൻ പറഞ്ഞത് ഈഴവരിൽ നിന്ന് ഇങ്ങനെ മതപരിവർത്തനം വ്യാപിക്കുന്ന സമയത്താണ് നാരായണ ഗുരു അവതരിച്ചത്. മനസ്സിലായി. അദ്ദേഹം ഇതിനെ തടഞ്ഞു നിർത്തുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. ശ്രീനാരായണ ഗുരു ഈ അദ്വൈത വേദാന്തത്തെ കാലോചിതമായിട്ട് എന്താണ് പുനഃക്രമീകരിക്കും. ശങ്കരാചാര്യരുടെ അദ്വൈതം അല്ല നാരായണ ഗുരു. എല്ലാം മനുഷ്യരും ഒന്നാണ്, ജാതി എല്ലാം ഒരു ജാതി ഒരു മതം എന്നുള്ള പ്രിൻസിപ്പിളും. അതും അതല്ല, മതം ഏതായാലും മനുഷ്യൻ നന്നായ മതി എന്ന് പറഞ്ഞ് എന്നാ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ മതം മാറേണ്ട ആവശ്യമില്ല എന്നാണ് ഗുരു പറഞ്ഞത്. വാസ്തവത്തിൽ ബ്രിട്ടീഷുകാരെ ഭരിക്കാൻ വന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നമ്മൾ വിട്ടേക്കുക. ഈ പാതിരിമാരായി വന്നവരുടേത് വാസ്തവത്തിൽ ക്രിസ്ത്യാനികളാക്കുക എന്ന ലക്ഷ്യം മാത്രമല്ലല്ലോ അവിടെ ഉണ്ടായത്, മനുഷ്യരാക്കി ഇവരെ മാറ്റുക. കാരണം ഈ അനാചാരം കണ്ടുകൊണ്ടല്ലേ അവർക്ക് അങ്ങനെ തോന്നലുണ്ടായത്. കാരണം ലോകത്തില് സാറെ തുണി കൊടുക്കാൻ സമരം ചെയ്യേണ്ടി വന്ന ഗതികേടെന്ന് പറഞ്ഞവർക്ക് നമ്മുടെ രാജ്യത്തല്ലേ അങ്ങനെ. അത് മാത്രമല്ല, ഈ എഡ്ഗാർ തേഴ്സ്റ്റൺ എഴുതിയ കാസ്റ്റ് ആൻഡ് ട്രൈബ്സ് ഇൻ സൗത്ത് ഇന്ത്യ എന്നൊരു പുസ്തകമുണ്ട്. ഇവിടെ ഉണ്ട്, ഈ വക്കീൽ ഓഫീസിലുണ്ട്. ഞാൻ പണ്ടൊരു കേസിന്റെ ആവശ്യത്തിന് വേണ്ടി. അപ്പൊ അതില് പറയുന്ന ഒരു കാര്യമുണ്ട്, തെക്കേ ഇന്ത്യയിൽ എല്ലായിടത്തും ഈ ജാതിയുടെ ക്രൗര്യം ഉണ്ടായി, ജാതി ഉച്ചനീതത്വം ഉണ്ട്. പക്ഷേ ബ്രിട്ടീഷ് മലബാറിലുണ്ടായിരുന്നു. പക്ഷേ ഈ നാട്ടുരാജ്യങ്ങളായ തിരുവിതാംകൂറിലും കൊച്ചിയിലുള്ള അത്ര വേറൊരു സ്ഥലത്തുമില്ല എന്നാണ് തേഴ്സ്റ്റൺ പറയുന്നത്. അദ്ദേഹം തെക്കേ ഇന്ത്യ മുഴുവനും നടന്ന് സഞ്ചരിച്ച് വിവേകാനന്ദനും അതെ. അപ്പൊ അദ്ദേഹം പറയുന്നത് അത് എല്ലാ തലത്തിലും ഉണ്ടായിരുന്നു. ബ്രാഹ്മണരും അല്ലെങ്കിൽ ക്ഷത്രിയരും നായന്മാരും മാത്രമല്ല, ഒരു നായരിൽ നിന്ന് ഇത്ര അടി ദൂരെ ഇഴവൻ നിൽക്കാവൂ എന്ന് പറയുമ്പോൾ തന്നെ തുല്യനിലയിൽ ഒരു ഇഴവനിൽ നിന്ന് ഇത്ര അടി ദൂരമേ പുലയൻ നിൽക്കാവൂ, പുലയനിൽ നിന്ന് ഇത്ര അടി ദൂരെ പറയാൻ നിൽക്കാവുന്നു. ഒരു പുലയൻ എങ്ങനെയെങ്കിലും ഒരു പറയുന്ന തീണ്ടിക്കഴിഞ്ഞാൽ, വെള്ളക്കാരന്റെ തീണ്ടിക്കഴിഞ്ഞാൽ എന്താ ശിക്ഷ നൽകും? ശിക്ഷ അല്ല, അതിന് പാപപരിഹാരം 7 കുളത്തിൽ കുളിക്കണം എന്നുള്ളതാണ്. ഒരു കുളത്തിൽ കുളിച്ചാൽ അവന്റെ അശുദ്ധി വരില്ല. അതൊരു പുലയന്റെ പറയുന്ന തീണ്ടിയ പുലയൻ 7 കുളത്തിൽ കുളിച്ചാലേ അയാളുടെ അശുദ്ധി മാറി. ഈ തൊട്ടുകൂടായ്മ എല്ലായിടത്തും ഉണ്ടായിരുന്നു. വടക്കേ ഇന്ത്യയിലും ഉണ്ടായിരുന്നു, തെക്കേ ഇന്ത്യയിലും ഉണ്ട്. പക്ഷേ തീണ്ടിക്കൂടായ്മ, അൺഅപ്രോച്ചബിലിറ്റി എന്നൊരു സാധനം നമ്മുടെ ഈ കേരളത്തിൽ മാത്രം ഭയങ്കര ഒരു. ഇനി അടുത്ത നമുക്ക് ചിന്തിക്കാനുള്ള കാര്യം, ഈ ക്രിസ്ത്യൻ പാതിരിമാർ, പ്രത്യേകിച്ച് ആംഗ്ലിക്കൻ ചർച്ചിലെ ആളുകൾ, പ്രൊട്ടസ്റ്റന്റുകാർ, അവരിവിടെ വന്നു. ഒരുപാട് കഷ്ടപ്പെട്ട ചരിത്രമൊക്കെ അവർക്കുണ്ട്. ഒരുപാട് ആളുകൾ ഭരിച്ച ചരിത്രമൊക്കെ നമുക്കറിയാം. അതോടൊപ്പം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഭരണകൊണ്ട് അടിച്ചോണ്ട് പോയത് നമ്മൾ പറയുന്നില്ല. അപ്പൊ അതിനുശേഷം ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, ഈ സാമൂഹ്യവൽക്കരണം ഉണ്ടാകുന്നതിൽ എന്താണ് അവരുടെ പങ്ക്? അവര് മൊത്തം അവരാണല്ലോ അവകാശപ്പെടുന്നത്. എനിക്ക് തോന്നുന്നു 32-ന് ശേഷമൊക്കെ അല്ലേ ഉള്ളൂ സാറേ കമ്മ്യൂണിസം കേരളത്തിൽ? അല്ല, കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല, ഇതിന് പല ഘട്ടങ്ങളുണ്ട്. ഒന്നാമത് പ്രൊട്ടസ്റ്റന്റ് പാതിരിമാരിൽ നടത്തിയ, നമ്മൾ നേരത്തെ കണ്ട പോലെ പ്രബുദ്ധതയുടെ വിത്തുകൾ വിതയ്ക്കുന്നതാണ്. അടുത്ത സ്റ്റേജിൽ നാരായണ ഗുരുവിനെ പോലെയുള്ള
ആത്മീയ ആചാര്യന്മാർ വരുന്നു. ചട്ടമ്പി സ്വാമി, ചട്ടമ്പി അയ്യ സ്വാമി. വൈകുണ്ഠ സ്വാമികളൊക്കെ വരുന്നു. അയ്യങ്കാളിയൊക്കെ അയ്യങ്കാളി ഇവര് അല്ല ഈ പറഞ്ഞത് ആധ്യാത്മിക ആചാര്യം പല സ്റ്റേജ്. വൈകുണ്ഠ സ്വാമികൾ, അയ്യ സ്വാമികൾ, നാരായണ ഗുരു ഒക്കെ സന്യാസിമാര്. അടുത്ത സ്റ്റേജിൽ സാമൂഹ്യ പരിഷ്കർത്താക്കൾ വരും. അതാണ് അയ്യങ്കാളി, അല്ലെങ്കിൽ പാമ്പാടി ജോൺ ജോസഫ്, അതല്ലെങ്കിൽ പൊയ്കയിൽ അപ്പച്ചൻ, മന്നത്ത് പത്മനാഭൻ. ഇവരൊക്കെ സാമൂഹ്യ പരിഷ്കർത്താക്കളാണ്. അവര് പരിഷ്കരണ ആശയങ്ങൾ കൊണ്ടുവെക്കുന്നു. അപ്പൊ പരിഷ്കരണത്തിന്റെ ഒരു സാഹചര്യം തിരുവിതാംകൂറിൽ വന്നു കഴിഞ്ഞു. കൊച്ചിയിൽ അതേ സമയത്ത് സഹോദരൻ അയ്യപ്പൻ വരും, കുമാരനാശാന്റെ കവിതകൾ വരും. അങ്ങനെ മൊത്തത്തിൽ അന്തരീക്ഷം മാറും. അതിന്റെ പുറമേക്ക് കോൺഗ്രസ് വരും. കോൺഗ്രസിന്റെ ഈ പ്രൊട്ടക്ഷൻകാരനെ പറയാത്ത പോലെയാണ് കോൺഗ്രസ്സുകാരുടെ സംഭാവന ആരെങ്കിലും പറയണ്ടോ? കാരണം കോൺഗ്രസ്സുകാരന് ഒന്നാമത് ഇത് പഠിച്ചവരാരുമില്ല, അക്ഷാഭ്യാസം ഉള്ളവരാരും കോൺഗ്രസ് ചെയ്യുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ. രണ്ടാമത് അന്നത്തെ കോൺഗ്രസ് എന്ന് പറയണം. അല്ല, അന്ന് ചേരും, ഇപ്പൊ ചേരില്ല. ഇപ്പോഴത്തെ കോൺഗ്രസ്സുകാർക്ക് അറിയാൻ പാടാത്തതുകൊണ്ട് ഇവരൊന്നും പഠിക്കില്ല, അവർക്ക് അറിയാൻ വയ്യ. അതുകൊണ്ടല്ല ഇതൊക്കെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാരുടെ ലിസ്റ്റിൽ കയറി പോയി. ശരിക്കും കോൺഗ്രസിന്റെ സംഭാവനയുണ്ട്. വൈക്കം സത്യാഗ്രഹം നടത്തിയ കോൺഗ്രസ് അല്ലേ? ടി കെ മാധവൻ, കെ പി കേശവമേനോൻ, ബാരിസ്റ്റർ ജോർജ് ജോസഫ്, ഇവരൊക്കെ കോൺഗ്രസിന്റെ മഹാത്മാഗാന്ധി വരികയും ചെയ്തു. ഞാൻ പറഞ്ഞത് വൈക്കം സത്യാഗ്രഹം കോൺഗ്രസിന്റെ ഒറിജിനൽ കോൺട്രിബ്യൂഷൻ അല്ലേ. ഗുരുവായൂർ സത്യാഗ്രഹം നടത്തിയ കെ കേളപ്പനൻ, അത് കോൺഗ്രസിന്റെയാണ്. പിന്നെ അടുത്ത സ്റ്റേജിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വരും. കമ്മ്യൂണിസ്റ്റുകാരുടെ സംഭാവന വെച്ചാൽ കുറച്ചുകൂടി മൈക്രോ ലെവലിലാണ്. അതായത് ഈ പാടത്തെ കൂടി ഇപ്പൊ പണി എടുക്കാൻ പോകുന്ന പുലയന്മാര് വഴിയെ പോകുന്നവര് തല്ലുന്ന അവസ്ഥ നിർത്തുന്നത്, മകളെ കഞ്ഞി കുടിപ്പിക്കും, തമ്പരാൻ എന്ന് വിളിപ്പിക്കും എന്നുള്ള മുദ്രാവാക്യത്തെ കൗണ്ടർ നമ്മള് ജന്മകുടിയാൻ വ്യവസ്ഥ, ആ സ്ട്രഗിൾ വരും. അപ്പൊ ആ സ്റ്റേജിലാണ് ഇതിന്റെ ടോർച്ച് ബെയറേഴ്സ് ആയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരും. ഇനി ഒരു കാര്യം കൂടി പറയുന്ന ഇടയ്ക്ക് ഈ പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാർ ഇവിടെ ഈ പരിവർത്തനമൊക്കെ നടത്തി. അപ്പൊ ഇവിടെയുള്ള ഈ ലോക്കൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഉണ്ട്. നേരത്തെ പറഞ്ഞ മലങ്കര ക്രിസ്ത്യൻ, അന്നത് ഒറ്റ കമ്മ്യൂണിറ്റിയാണ്, അല്ലെങ്കിൽ കുറച്ച് രണ്ട് കമ്മ്യൂണിറ്റിയാണ്. സിറിയൻ ഓർത്തഡോക്സുകാരും സിറിയൻ കാത്തലിക്സ്. ഈ ഓർത്തഡോക്സ് കമ്മ്യൂണിറ്റി മറ്റേ പാതിരിമാരായിട്ട് സഹകരിച്ചു. അവരും ക്രിസ്ത്യാനികളാണല്ലോ, രാജാവിന്റെ പ്രതിപുരുഷന്മാരാണല്ലോ, അവരുമായിട്ട് സഹകരിക്കാം എന്ന ചിന്താഗതി അവരുടെ ഇടയിൽ ഉണ്ടായി. അവര് സഹകരിച്ചപ്പോൾ ഇവര് സഹകരിച്ചില്ല, കത്തോലിക്കര് സഹകരിക്കാൻ മറ്റൊരു പ്രൊട്ടക്ഷൻകാരാണ്. പ്രൊട്ടക്ഷൻകാരുമായിട്ട് സഹകരിച്ചാൽ അത് വലിയ പ്രശ്നമാണ്. അത് വലിയ പ്രശ്നമാണ്. അവര് സഹകരിക്കില്ല എന്ന് തീരുമാനിച്ചു. ഇംഗ്ലീഷ് പഠിക്കരുത് എന്ന് തീരുമാനിച്ചു. അല്ല, അതെന്താ വെച്ചാല് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഭാഷയാണ്, പ്രൊട്ടസ്റ്റന്റുകാരുടെ ഭാഷയാണ്. അത് പഠിച്ചാൽ നമ്മുടെ ആളുകൾ വഴിതെറ്റിപ്പോകും, നമ്മളുടെ ആളുകൾ അതിലേക്ക് പോകും എന്നതുകൊണ്ട് അതിന് ബാൻ ഏർപ്പെടുത്തി. സാറാ പറയുന്നത് കറക്റ്റ് എന്നറിയോ? ഇപ്പോഴും ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ കാത്തലിക് ഉള്ള രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ജർമ്മനി, ഫ്രാൻസ്, ഇംഗ്ലീഷില്ല. മലയാളികൾ ഇംഗ്ലീഷ് പറയുന്ന പോലെയാണ്. അവരുടെ ഇംഗ്ലീഷ് ഭാഷ കേട്ടാൽ തന്നെ ഞങ്ങൾ കുറച്ചാളും ഉണ്ടായിരുന്നോണ്ട് അറിയാൻ പറ്റും. അപ്പൊ അത് കറക്റ്റ്. അത് അവർക്ക് ഇംഗ്ലീഷ് ഭാഷ വലിയ എതിർപ്പായിരുന്നു. ഞാൻ പറയാൻ വന്നത്, അപ്പൊ ഇംഗ്ലീഷ് പഠിക്കുന്നതിനെ കത്തോലിക്കർ ആദ്യകാലത്ത് നിരോധിച്ചു. കത്തോലിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പാടില്ല, ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് പോകരുത് എന്നുള്ളായിരുന്നു ആദ്യത്തെ സ്റ്റാൻഡ്. പക്ഷെ ഇവര് ഈ നാട്ടു ക്രിസ്ത്യാനികൾ മറ്റവരോട് സഹകരിക്കുകയും അവരിൽ കുറെ പേരൊക്കെ പഠിച്ച് ഇവിടെ തന്നെ BA പാസ്സാക്കുകയും അവർക്ക് വലിയ ഉയർന്ന സർക്കാർ ഉദ്യോഗങ്ങൾ കിട്ടുകയും, ഇംഗ്ലീഷ് പഠിക്കാതെ സർക്കാർ ഉദ്യോഗം കിട്ടും, രാജഭരണം. ഇവിടുന്ന് കുറെ പേരൊക്കെ പഠിച്ച് ഇംഗ്ലണ്ടിലേക്ക് പോവുകയും മറ്റു പരീക്ഷകളൊക്കെ പാസ്സായി. ഇപ്പൊ ബാരിസ്റ്റർ പരീക്ഷ പാസ്സാവും, അല്ലെങ്കിൽ മെഡിക്കൽ ഡോക്ടർമാരായിട്ട് വരും. അപ്പൊ ഇവർക്ക് മനസ്സിലായി ഇനി പഠിക്കാതിരുന്നാൽ നമ്മൾ പിന്തള്ളപ്പെട്ടു പോകും. അങ്ങനെയാണ് ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനും നിതിരിക്കൽ മാണിക്കത്തനരും ഒക്കെ കത്തോലിക്കർ ഇംഗ്ലീഷ് പഠിക്കണം എന്ന് മാത്രമല്ല പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടങ്ങൾ ഉണ്ടാക്കണം എന്ന് അങ്ങനെ കണ്ടീഷൻ പറ്റും. പിന്നെ പക്ഷെ അവർക്ക് സംവിധാനം വളരെ ഫലപ്രദമായതുകൊണ്ട് മറ്റവരെക്കാൾ മുമ്പേ എത്തി. നാഗർകോവിൽ ട്രിവാൻഡ്രം ഭാഗങ്ങളിൽ സാറേ അന്ന് പള്ളിയോട് തന്നെ പള്ളിക്കൂടം അവരവിടെ വെച്ചു. അതെ, അവിടെ പള്ളിയോട് എല്ലാ CSI പള്ളി, പിന്നെ അത് CSI ആയിട്ട് മാറിയല്ലോ. ബാസൽ മിഷനും CMS LMS സാറ് നേരത്തെ സൂചിപ്പിച്ച LMS CMS ബാസൽ മിഷൻ എല്ലാം കൂടി CSI മാറി. പക്ഷെ അന്നേ അവിടെ പള്ളിക്കൂടങ്ങളുണ്ട്, പള്ളിയോട് ചേർന്നുണ്ട്. ഈ പ്രൊട്ടസ്റ്റന്റ് ആദ്യം ചെയ്തത് അവർ അക്ഷരാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ്. അതിലൂടെ വളരാൻ ഒക്കെയുള്ളവർക്ക് നല്ല ബോധ്യം. അല്ല, ഇവിടെ ഞാൻ പറഞ്ഞത് പക്ഷെ എന്ത് പറ്റുമോ വെച്ചാൽ അവസാനം കത്തോലിക്കർ പറഞ്ഞ രീതിയിൽ തന്നെ കാര്യങ്ങൾ സംഭവിച്ചു. ഈ ആംഗ്ലിക്കൻകാരുമായിട്ട് സഹകരിച്ച മലങ്കരക്കാരിൽ ഒരു വിഭാഗം ശരിക്കും അതിൽ തന്നെ ചേർന്നു. ഇവിടുത്തെ CSIക്കാരിൽ ഒരു വിഭാഗം അതിൽ ചേർന്നവരാണ്. ഈ മാർത്തോമ പാരമ്പര്യമുള്ള കുറച്ച് പേര് അതിൻ്റെ അകത്ത് ചേർന്നു. പിന്നെ ഇപ്പോഴത്തെ നമ്മൾ ഈ മാർത്തോമ സഭ എന്ന് പറഞ്ഞ പരിഷ്കരണ പ്രസ്ഥാനമുണ്ട്,
അത് കറക്റ്റ് മറ്റവരുടെ സ്വാധീനത്തിൽപ്പെട്ട് അതിൽ പോയ ആൾക്കാരാണ്. അതെ 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 അതെ. അതിനെ ഇങ്ങനെ ചെറുത്ത് നിന്ന ആൾക്കാരാണ് നമ്മുടെ മനോരമയുടെ കെ എം മാത്യു, അവര് മാപ്പിളയും, പിന്നെ നമ്മുടെ മുളന്തുരുത്തിയിലുള്ള മറ്റേ വിഭാഗത്തിൽ. ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കൊണ്ട് വലിയ സാമൂഹ്യ പരിഷ്കരണം ഉണ്ടായി. ഒരു ജാതി വ്യവസ്ഥ ഇല്ലാതാക്കാൻ ശ്രമിച്ചു, ജാതി വ്യവസ്ഥ ഇല്ലാതാക്കാൻ ശ്രമിച്ചു എന്നുള്ളവരുടെ ഭൂപരിഷ്കരണം പോലെയുള്ള പുരോഗമനപരമായ പരിപാടികൾ കൊണ്ടുവന്നു. പിന്നെ വിദ്യാഭ്യാസ നിയമം കൊണ്ടുവന്നു. പിന്നെ മൊത്തത്തില് കേരളത്തിന്റെ ഒരു ഔട്ട്ലുക്ക് മാറ്റുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. പക്ഷേ വാരിക്കുന്ന കൊണ്ടുള്ള പ്രയോഗം കൊണ്ട് വലിയ അതൊക്കെ തെറ്റായ സമയമാണ്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് പണ്ട് പറ്റിയൊരു തെറ്റെന്ന് വെച്ചാൽ ഈ തീരുമാനങ്ങൾ എടുക്കുന്നത് മിക്കവാറും മോസ്കോയിൽ നിന്നായിരുന്നു. അല്ല, അത് കുറ്റായിട്ട് പറഞ്ഞല്ല, ശരിക്കും അങ്ങനെയായിരുന്നു. അപ്പൊ ഇവിടെ എന്തെങ്കിലും പാർട്ടി ഇവർക്ക് എന്താ ചെയ്യേണ്ടതിനെ പറ്റി വ്യക്തതയില്ല. ഈ നേതാക്കന്മാര് മിക്കവരും തന്നെ ബുദ്ധിജീവി വിഭാഗത്തിൽ നിന്നുള്ളവരാണ്. എന്ന് വെച്ചാൽ ബ്രാഹ്മണരോ കായസ്ഥരോ രാജകുടുംബാംഗങ്ങളോ ആയ അതിബുദ്ധിമാന്മാരായ ഇംഗ്ലണ്ടിലും ജർമ്മനിയിലും ഒക്കെ പഠിച്ച് വലിയ പരീക്ഷകൾ പാസ്സായ ആൾക്കാരാണ്. എസ് എ ഡാംഗെ, അല്ലെങ്കിൽ പി സി ജോഷി, അജയ് ഘോഷ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആ ബുദ്ധി വിഭാഗത്തിൽപ്പെട്ടത്. അവർക്ക് യഥാർത്ഥ മനുഷ്യരുടെ പ്രശ്നങ്ങളെ കുറിച്ച് വലിയ ധാരണയില്ലായിരുന്നു, ഒന്നാമത്. രണ്ടാമത് ഇവര് തിയറി പഠിച്ചെങ്കിൽ ഇത് എങ്ങനെ പ്രയോഗിക്കണമെന്ന് അറിയില്ലായിരുന്നു. അപ്പൊ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഇവര് നേരെ മോസ്കോയിലേക്ക് പോയി അവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ കണ്ട്, സുസ്ലോവ് അല്ലെങ്കിൽ അറ്റ സ്റ്റാലിനെ അന്നില്ല, റഷ്യയാണ് പ്രധാനം. അപ്പൊ അതുകൊണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ സ്വാതന്ത്ര്യമല്ല എന്ന് റഷ്യക്കാർക്ക് തോന്നി. അപ്പൊ ഇവിടെയുള്ള ആൾക്കാർ പറഞ്ഞു ഇത് സ്വാതന്ത്ര്യമല്ല, ഇത് ജവഹർലാൽ നെഹ്റു ബ്രിട്ടന്റെ ഒരു ഏജന്റാണ്. ആ രീതിയിലൊക്കെ വ്യാഖ്യാനിച്ച് അങ്ങനെയൊക്കെയാണ് പെട്ടുപോയി. നമ്മൾ ഈ ക്രൈസ്തവ അവരുടെ പ്രൊട്ടസ്റ്റന്റുകാരുടെ അല്ലെ ആംഗ്ലിക്കൻ ചർച്ചിന്റെ സാമൂഹിക പരിഷ്കരണത്തെ കുറിച്ച് സംസാരിച്ച് വരുമ്പോൾ രണ്ട് ക്രിസ്ത്യൻ തിയറി കൂടെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഈ പെന്തക്കോസ്ത് ഗ്രൂപ്പ് ഇതിനിടയ്ക്ക് വളരെ ശക്തമായിട്ട് വന്നല്ലോ. അതും സാർ പരാമർശിക്കാണ്ട് സാറിന് നന്നായിട്ട് അറിയാതെ. കാരണം സമൂഹത്തിന്റെ വലിയ കുഴപ്പങ്ങളില്ലാതെ പോകണമെന്നാണ്. അവരുടെ ചില പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നാടിന് പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കാറുണ്ട്. ബസ്സിന് ആള് വെക്കുകയോ കല്ലെറിയുകയോ വണ്ടി കത്തിക്കുകയോ പോലീസ് കേസോ അടിപിടിയോ അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ലാത്തൊരു സമൂഹം. പക്ഷെ അവർക്ക് പറ്റിയൊരു കുഴപ്പം, അവര് സാമൂഹ്യ മേഖലയിലേക്ക് ശ്രദ്ധ തിരിക്കാതെ അവര് നേരെ സ്പിരിച്വലിലേക്ക് പോയി. ഇവരെ എങ്ങനെയും മുകളിൽ കൊണ്ടെത്തിക്കുക എന്നുള്ള ഒരു ഇതിലേക്കാണ് അവരുടെ പോയി. അതേക്കുറിച്ച് ഒരു സ്റ്റഡി നോക്കിയിട്ടുണ്ടോ? അല്ല, അതിന്റെ ഒരു കാരണം ഈ എപ്പോഴും ഒരു സംഘടിത ശക്തിക്ക് മാത്രമേ രാഷ്ട്രീയത്തിലാണെങ്കിലും ഏത് മേഖലയിലാണെങ്കിലും വിലപേശൽ ശക്തി. നാരായണ ഗുരു പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട തത്വം ഏത് സമുദായത്തിനും തുല്യ നിലയിൽ ബാധകമാണ്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക. സംഘടന ഇല്ലെങ്കിൽ ശക്തി ഉണ്ടാകും. ഇപ്പൊ കേരളത്തിൽ തന്നെ നോക്കിയാൽ ഈ പൊളിറ്റിക്കൽ ബാർഗൈനിങ് പവറും പ്രധാനമായിട്ടും 4 കമ്മ്യൂണിറ്റി. 1 നായർ, 2 സിറിയൻ ക്രിസ്ത്യൻ, പരിധിവരെയെത്തി ക്രിസ്ത്യൻ, 3 മുസ്ലിം, 4 ഈഴവ. 4 വലിയ സമുദായങ്ങളാണ്. 4 വിദ്യാസമ്പന്നമാണ്. 4നും രാഷ്ട്രീയമായ ശക്തിയുണ്ട്, വിലപേശൽ ശക്തിയുണ്ട്. ആത്മീയ നവോത്ഥാനത്തിൽ വേണ്ടി അവർ ശ്രമിച്ചു. സാമൂഹ്യവൽക്കരണത്തിൽ ഊന്നൽ കൊടുത്തില്ലെങ്കിലും രാജ്യത്ത് എനിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പം ഈ മദ്യപാനം ഒരു വിപത്തല്ലേ. അതിൽ നിന്ന് ഈ ജനത്തെ മോചനം കൊടുക്കുന്നതിൽ ഈ പെന്തിക്കോസ്റ്റ് കമ്മ്യൂണിറ്റി കഞ്ചാവ് അടിക്കുക, കള്ളടിക്കുക, അടിപിടി ഉണ്ടാക്കുക, വഴക്കുണ്ടാക്കുക, കത്തിക്കുത്തുക, ഇത് ഇന്നും ചർച്ചിൽ അത് കയറ്റിയല്ലോ കേട്ടോ. മദ്യപിച്ചു കഴിഞ്ഞാൽ നോ രക്ഷ. എനിക്ക് അത് തന്നെ നമുക്ക് വേറൊരു വിഷയം പറയാനുള്ള, കാരണം ബൈബിളിൽ അസംഗിതമായിട്ട് പറയുന്നുണ്ട് മദ്യപാനം പാടില്ല എന്ന്. പക്ഷേ കാത്തലിക് കമ്മ്യൂണിറ്റിയിലുള്ള അച്ഛന്മാരുൾപ്പെടെ 90% ആളുകളും മദ്യപിക്കുന്ന ആളുകളാണ്. അതിന് വേറെ വിഷയത്തിലേക്ക് പോകുന്നില്ല. അത് ഞാൻ പെന്തിക്കോസ്റ്റ് ഗ്രൂപ്പ് ഞാനൊരു ചെറിയ കുസൃതി പറയും. ഇന്നുവരെ അവർ നിഷേധിക്കാത്ത, എനിക്ക് 100% ഉറപ്പുള്ള ഒരു കാര്യം, ഈ പള്ളിക്കാരനാണ് ആ വ്യൂഹത്തിൽ വലിയ മദ്യവിരുദ്ധ സമരങ്ങൾ നടന്നിരുന്നല്ലോ. ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് കെ ബാബു എക്സൈസ് മാണിയുടെ മദ്യ ബാർക്കോഴയൊക്കെ നടന്നത്. ഇവരിങ്ങനെ വലിയ സമരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നമ്മുടെ ഈ മധ്യ കേരളത്തിൽ ഒരു പ്രമുഖനായ കത്തോലിക്ക മെത്രാൻ കുടിച്ചു 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 മരിച്ചു. മെത്രാൻ വെറും മെത്രാൻ അല്ല, അല്പം കൂടി കൂടിയ ഗ്രേഡുള്ള ഒരു പേര് പറയണ്ട. വേണ്ട, അത് വേണ്ട. അപ്പൊ ഒരു ചർച്ചയിൽ ഞാനിങ്ങനെ ഒരു സഭാ പ്രതിനിധി കൂടിയുള്ള സമയം പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ലേ, ആളുടെ പേര് ഞാൻ പറഞ്ഞെന്ന് ചോദിച്ചു. അപ്പൊ അച്ഛൻ വേണ്ടെന്ന് പറഞ്ഞു. വേണമെന്ന് പറഞ്ഞാൽ അപ്പൊ പേര് പറഞ്ഞു. പക്ഷെ ആ വൈദിക ശ്രേഷ്ഠൻ അദ്ദേഹം യഥാർത്ഥത്തിൽ മഹാപണ്ഡിതനായിരുന്നു, വലിയ ഒരു സ്കോളറായിരുന്നു. മെത്രാൻ ആവണ വരെ പുള്ളി മദ്യപാനം ഉണ്ടായിരുന്നെങ്കിലും മുഴുവൻ സമയം മദ്യപാനം ആയിരുന്നില്ല. പക്ഷെ മെത്രാനായി കഴിഞ്ഞ ഉടനെ
പുള്ളി 24 hours ഇതിനു വേണ്ടി ചെലവഴിക്ക് അധികം വൈകാതെ മരിച്ചു പോയി. അതിന് വേറെ ഒരു ഇതുകൂടി ഉണ്ട്. പുള്ളിയുടെ മുൻഗാമിയായിരുന്ന വേറൊരു മെത്രാനുണ്ട്. അദ്ദേഹത്തിന്റെ പ്രായാധിക്യവും അനാരോഗ്യവും നിമിത്തമാണ് പുള്ളി സ്ഥാനം ഒഴിഞ്ഞ് ഇദ്ദേഹത്തെ ആക്കി. അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇദ്ദേഹം മരിച്ചു. ഞാൻ പറഞ്ഞു എല്ലാം വളരെ പെട്ടെന്ന്. അപ്പൊ ഇത് പക്ഷേ കത്തോലിക്ക സഭയുടെ അവര് കൂടുതൽ ശ്രദ്ധ ജീവകാരുണ്യ മേഖലയിലാണെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, അവര് എല്ലാ മേഖലയിലും കത്തോലിക്കർ വെന്നിക്കൂടി പറയും. അവർ ഇംഗ്ലീഷ് പഠിക്കാൻ കുറച്ച് പുറകിലാണ് പുറപ്പെട്ടെങ്കിലും അവർക്ക് ഉണ്ടായ ഒരു സൗകര്യം, മറ്റേ മലങ്കര ക്രിസ്ത്യാനികൾ 3 ഗ്രൂപ്പായിട്ട് അടിയായിരുന്നു. ആദ്യം മർത്തോമക്കാർ പിരിഞ്ഞുപോയി, പിന്നെ ഈ മെത്രാൻ കക്ഷി ബാബ കക്ഷി തിരിഞ്ഞു ഓർത്തഡോക്സ് ഒരു കൂട്ടർ പിരിഞ്ഞു പോയവരാണ് പുനരേക്ക് പ്രസ്ഥാനക്കാർ, മലങ്കര കത്തോലിക്കർ. താരതമ്യേന ചെറിയ ഗ്രൂപ്പ്, അവരും നല്ല ഗ്രൂപ്പ് പോയി. അതെ, ഒരു പ്രബലരാണ്, ഗ്രൂപ്പ് ചെറുതാണ്. പക്ഷേ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവരുടെ ഈ സംഘടനാ ശക്തിയും സാമ്പത്തിക സ്രോതസ്സും ഈ വ്യവഹാരത്തിന് വേണ്ടി ചെലവായി. അവരുടെ ഈ കേഡർ സ്വഭാവം അല്ലെ. മറിച്ച് കത്തോലിക്ക സഭയ്ക്ക് 2 ഗുണമുണ്ട്. ഒന്നാമത് അത് സ്പ്ലിറ്റ് ഇല്ല. അതാണ് ഇപ്പോൾ കുറച്ച് അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഏകശിലാ നിർമ്മിതമാണ്. മാത്രമല്ല മുകളിൽ നിന്നുള്ള ആജ്ഞ അടിയിൽ വരെ എല്ലാവരും പാലിക്കും. അതിന്റെ സംഘടനാ ശക്തി ഫ്യൂഡൽ സെറ്റപ്പാണ്. ഫ്യൂഡൽ സെറ്റപ്പ് അതൊക്കെ റോമൻ പശ്ചാത്തലം സാറേ. ഫ്യൂഡൽ സെറ്റപ്പാണ്. ഫ്യൂഡൽ സെറ്റപ്പാണെന്ന് മാത്രമല്ല, മുകളിൽ നിന്നുള്ള ആജ്ഞ, ഇപ്പൊ കർദിനാളിന്റെ ആജ്ഞ എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനത്തെ പള്ളിയിൽ കുഴി വെട്ടുന്ന കത്തോലിക്കനും വരെ അനുസരിക്കണം. അതിന്റെ ദേശീയബലം അല്ല. അത് മാത്രമല്ല, രണ്ടാമത്തത് ഈ വൈദികരുടെയും കന്യാസ്ത്രീകളുടെയും വലിയൊരു ബറ്റാലിയൻ അവർക്ക് മറ്റാർക്കും അവകാശപ്പെടാൻ പറ്റും. അത് കല്യാണമൊക്കെ കഴിഞ്ഞ് വളരെ നന്നായിട്ട് ജീവിക്കുന്ന ആളുകളും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. മാത്രമല്ല വിശ്വാസത്തിന്റെയും സഭയുടെയും. ഈ കത്തോലിക്കരെ സംബന്ധിച്ചിടത്തോളം ഈ ദൈവശാസ്ത്രപരമായ പ്രശ്നങ്ങളൊന്നും വിശ്വാസികൾ അറിയേണ്ട ആവശ്യമില്ല. അവർക്ക് ബൈബിൾ വായിക്കേണ്ട ആവശ്യമില്ല. വായിച്ച കുഴപ്പമായിരുന്നു. പണ്ട് കാലത്ത് വായിക്കാൻ പാടില്ലായിരുന്നു. ബൈബിൾ ഇല്ലായിരുന്നു. ബൈബിള് വൈദികർ മാത്രം വായിക്കേണ്ടതായിരുന്നു. ബൈബിള് വായിക്കാൻ പാടില്ല എന്ന് വീട്ടിലൊക്കെ നിർദ്ദേശമുണ്ട്. ഇപ്പോഴും ഈ POC ബൈബിൾ ഇറക്കിയതിന് ശേഷമാണ് കത്തോലിക്കര് വീട്ടിൽ ബൈബിൾ മേടിക്കാൻ തുടങ്ങിയത്. മേടിച്ചവരും പേടിക്കണ്ട, അത് വായിക്കുകയില്ല. അല്ല, ബൈബിൾ വായിക്കുകയും ബൈബിൾ പഠിപ്പിക്കുകയും ചെയ്തതിന്റെ പേരിലാണ് മാർട്ടിൻ ലൂഥറിനെയും ജോൺ ഹസ്സിനെയും ആക്രമിക്കുകയും കൊല്ലുകയൊക്കെ ചെയ്തത്. അത് ഭയങ്കര സംഭവങ്ങൾ. അതല്ല, ഇന്നും അവർക്ക് ആചാര അനുഷ്ഠാനങ്ങൾ ബൈബിളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്നില്ല. ഒന്നുമല്ല. പിന്നെ ഈ കത്തോലിക്ക മതം എന്ന് വെച്ചാല്, കത്തോലിക്ക മതം ഞാൻ ഇതായിട്ട് ഉപയോഗിക്കുന്നതല്ല. അല്ല, ക്രിസ്തുമതം എന്ന് പറയുന്നതിനേക്കാളും നല്ലത് കത്തോലിക്ക മതം എന്ന് പറയുന്നത്. കത്തോലിക്ക മതം എന്ന് പറയുന്നത് അനുഷ്ഠാന പ്രചാരമാണ്. ആചാരപ്രധാനവും അനുഷ്ഠാന പ്രധാനവുമാണ്. അതായത് വിശ്വാസപ്രധാനമല്ല. വിശ്വാസം അല്ല ഇതിൽ പ്രധാനം. വെച്ചാലും എന്താണ് പ്രിൻസിപ്പിൾ, ബൈബിളിൽ എന്താണ് പറയുന്നത്, എന്താണ് യേശുവിന്റെ പാഠം എന്നവർ അറിയേണ്ട ആവശ്യമില്ല. അവര് കൃത്യമായിട്ട് പള്ളിയിൽ പോകുന്നു, കുരിശ് വരക്കുന്നു, അച്ഛൻ പറയുന്നത് കേൾക്കുന്നു, കുർബാന കൈക്കൊള്ളുന്നു, തലയിൽ ഇടുന്നു, തിരിച്ചു വരും. പിന്നെ പറയുന്ന പൈസ ഭണ്ഡാരത്തിൽ ഇടും. അത് തീർച്ചയായിട്ടും കൊടുക്കണം. അത് കൃത്യം. അത് കൊടുത്തില്ലെങ്കിൽ അവസാനം അങ്ങനെ എല്ലാത്തിനും കൃത്യമായിട്ട് പൈസ കൊടുക്കുന്നു. അവസാനം ഈ സെമിത്തേരിയിൽ അടക്കാനുള്ള പൈസ വരെ കൊടുക്കും. കല്യാണത്തിന് പൈസ കൊടുക്കുന്നു, മാമോയിസയ്ക്ക് പൈസ കൊടുക്കുന്നു, ആദ്യ കുർബാനയ്ക്ക് പൈസ കൊടുക്കുന്നു, എല്ലാത്തിനും പൈസ കൊടുക്കും. പൈസ കൊടുത്ത് സന്തോഷമായിട്ട് എല്ലാവരും കഴിയുന്നു. അച്ഛന്മാര് ബൈബിൾ വായിക്കണ്ടല്ലോ, പിന്നെ വിശ്വാസികൾ വായിക്കേണ്ട ആവശ്യമില്ല. അല്ല, അത് ഒരു ഭയങ്കര ചിട്ടയായി പോകുന്ന ഒരു വലിയ സംവിധാനമാണ്. പക്ഷെ അത് ബൈബിളുമായിട്ട് അതിന് ഈ പാഗൻ മതത്തിന്റെ അവശിഷ്ടങ്ങൾ തന്നെയാണ് അതിനകത്ത് ഇപ്പോഴും ക്രൈസ്തവൽക്കരിച്ച് പുതിയ പേരുകൾ ഇട്ടുകൊണ്ട് നടക്കുന്നുള്ളത്. വെടിക്കെട്ടും ഭയങ്കര പരിപാടികൾ. പിണ്ടിപ്പെരുന്നാള് ഞാൻ പ്രാവശ്യം വീഡിയോ ചെയ്ത് സാർ കണ്ടിരിക്കുന്ന മെസ്സേജ് ഓർമ്മയുണ്ട്. മറിയാരാധന, മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, പിന്നെ ഈ ശിശുസ്നാനം, പിന്നെ ഈ വിശുദ്ധന്മാരെ വാഴിക്കൽ. വിശുദ്ധനാണോ ഒരാളും തീരുമാനം ദൈവമല്ലേ, മനുഷ്യരല്ല. ക്രിസ്തുവിനെ പറയുന്നുണ്ട്, ഭൂമിയിൽ ജനിച്ച ആളുകളെല്ലാവരും നിങ്ങൾക്ക് ആർക്ക് എന്റെ പാപത്തെ കുറിച്ച് ബോധ്യപ്പെടുത്തുക. ക്രിസ്തു മാത്രമേ പാപരഹിതനായി ഉള്ളൂ എന്നാണ് ബൈബിൾ വിശ്വസിക്കുന്നത്. ബാക്കി മനുഷ്യരായിട്ട് ജയിച്ചെല്ലാം ബൈബിളാണ്. അപ്പൊ ഇവിടെ പാപമില്ലാത്ത ആരൊന്നും വിശുദ്ധനും ഒന്നും ഇല്ല. വിശുദ്ധീകരിക്കുന്ന വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്നതിന്റെ മാനദണ്ഡങ്ങൾ കേട്ടാൽ നമ്മൾ നടുങ്ങിപ്പോകും. മദർ തെരേസയെ ഒരു വിശുദ്ധിയായിട്ട് അംഗീകരിച്ചു. ഭൂമിയിൽ ജനിച്ച മനുഷ്യ വ്യക്തികളിൽ വിശുദ്ധയാകാൻ ആരെങ്കിലും അർഹതയായിട്ട് ഒരാളുണ്ടെങ്കിൽ എന്റെ അറിവിൽ മദർ തെരേസ അതിന് തീർച്ചയായും യോഗ്യയാണ്. കാരണം അവർ അത്ര വലിയ ജീവകാരുണ്യ പ്രവർത്തനമാണ് ചെയ്തത്, ഇല്ലേ? ആ ഒറ്റ കാരണത്തിൽ അവരെ ഇങ്ങനെ വിശുദ്ധമായിട്ട് വെറുതെ രൂപക്കൂട്ടിലേക്ക് കയറ്റി വെക്കാം. വെക്കണം വേണ്ടെന്നുള്ള വേറെ. പക്ഷേ ഇവരെന്ത് പറഞ്ഞാണ് കയറ്റിയെന്നറിയാം. ഈ പശ്ചിമ ബംഗാളിലെ ഏതോ ഒരു ആദിവാസി സ്ത്രീയുടെ വയറ്റിൽ ക്യാൻസറും മദർ തെരേസയോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയിൽ ക്യാൻസർ മാറി
പുളുവാ സാർ ഇത് എന്തൊരു അസംബന്ധമാണ്. അസംബന്ധം. അത് സത്യത്തിൽ മദർ തെരേസയെ അപമാനിക്കുന്നതിന് തുല്യമാണ്. തീർച്ചയായും വെറും പുളുവടിയത്. വെറുതെ സത്യം പറഞ്ഞാൽ മദർ തെരേസയുടെ മഹത്വം കുറഞ്ഞു പോകുന്നത് തീർച്ചയായും ഇങ്ങനെയുള്ള വ്യാജ പ്രചരണങ്ങൾ കൊണ്ടാണ്. ഇല്ലേ? തീർച്ചയായിട്ടും അവന്റെ മനുഷ്യനെ ഏതായാലും നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ? നമുക്ക് തൽക്കാലത്തേക്ക് ഒരു വിരാമം. പിന്നെ ഇനി നമുക്ക് അടുത്ത വേറെ ഘട്ടത്തിൽ വേറെ വരാം. എന്നാലും ഞാൻ ഒരു വാക്കുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. പ്രൊട്ടക്സ്റ്റിന്റെ ബിഷപ്പ്മാരെ കുറിച്ചുള്ള പഠനം കുറച്ചൊക്കെ ഞാനും വായിച്ചിട്ടുണ്ട്. കാരണം വീട്ടിൽ ചരിത്രകാരി ഉള്ളത്. സമീപകാലത്ത് ഈ രീതിയിലുള്ള പഠനങ്ങൾ ഉണ്ടായി വരുന്നുണ്ട്. വിനിൽ പോൾ എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ, എനിക്ക് അയാളെ നേരിട്ട് പരിചയമില്ല. പുള്ളിയുടെ ചില ലേഖനങ്ങളൊക്കെ സമീപകാലത്ത് വായിക്കും. ഞാൻ ഈ പറഞ്ഞ ലൈനിൽ പുള്ളി വരുന്നുണ്ട്. ഇയാളൊരു ദളിത് ക്രിസ്ത്യാനിയാണെന്ന് എനിക്ക് തോന്നുന്നു. നേരിട്ട് പരിചയമില്ല. പുള്ളിയാണ് ഈ ഒരു ലൈൻ ഓഫ് ആർഗ്യുമെന്റ് സമീപകാലത്ത് വികസിപ്പിച്ച അതിന്റെ പഴയ, ഞാനിപ്പോ പറഞ്ഞത് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, ചരിത്ര രേഖകളുടെ പശ്ചാത്തലം. പക്ഷേ ഈ പ്രൊട്ടസ്റ്റന്റ് വിഷയന്മാരുടെ സാമൂഹ്യ ബോധം ജനങ്ങളെ ഉണ്ടാക്കി അവരെ മനുഷ്യരാക്കി മാറ്റാൻ ശ്രമിച്ച അവരുടെ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് പിന്നീടുണ്ടായ പരിഷ്കാരങ്ങളൊക്കെ. അത് സംശയമില്ലാത്ത എല്ലാവരും അംഗീകരിക്കുന്ന പ്രബുദ്ധതയുടെ തിരി തെളിച്ചത്. അതെ, റിങ്കിൾ ടാബെ മുതൽക്ക് ഇങ്ങോട്ടുള്ള പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാർ. അത് തെക്കൻ തിരുവനന്തപുരത്തിൽ കാണാനും ഉണ്ട്. അത് അവിടെയാണ്, നാഗർകോവിലിൽ നിന്നാണ്. തീർച്ചയായിട്ടും നമ്മൾ പറയില്ലേ ഈ നവോത്ഥാനം ഇറ്റലിയിൽ എന്തുകൊണ്ട് ആരംഭിച്ചു എന്ന് ചോദിക്കുന്ന പോലെ, അല്ലെങ്കിൽ വ്യവസായ വിപ്ലവം എന്തുകൊണ്ട് ഇംഗ്ലണ്ടിൽ ആരംഭിച്ചു എന്ന് ചോദിക്കുന്ന പോലെ, ഈ പ്രബുദ്ധത, നവോത്ഥാനം എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കില്ല, പ്രബുദ്ധത എന്തുകൊണ്ട് നാഗർകോവിലിൽ ആരംഭിച്ചു എന്ന് ക്ലിയർ ആണ്. അതിന്റെ ഒറ്റ കാരണമുള്ളൂ, നാഗർകോവിലാണ് ആരംഭിച്ചത്. ഓക്കെ സാറേ, ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ചതിനും സംസാരിച്ചതിനും വളരെ നന്ദി. ഇനി നമുക്ക് മറ്റൊരു വിഷയമായിട്ട് താമസിച്ച് കാണാം. താങ്ക്സ്.